നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ രാജ്യത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടക്കൊലയെക്കുറിച്ചാണ്. എല്ലാവരും ഇതിനോടകം ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ഈ ഒരു ചർച്ചയാണ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ മൊത്തത്തിൽ അപമാനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് കർണാടക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നടക്കുന്ന ഈ സംഭവ വികാസം. ഇതിനെക്കുറിച്ച് 2-3 വീഡിയോകൾ ചെയ്തു, ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെന്നാൽ ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞെട്ടിപ്പിക്കുന്നതാണ്. ആയതിനാൽ ആ ഒരു വീഡിയോയും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഞാനിപ്പോൾ അതായത് തൊട്ടടുത്ത ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 2 വീഡിയോകൾ കാണാൻ സാധ്യതയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്ന ചില കൗതുകകരമായ വിഷയമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യുന്നത്. അതായത് ഈ ധർമ്മസ്ഥലയിൽ ഇന്നിപ്പോൾ കോടതി വിധി പോലും നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ പേര് പറയാൻ പാടില്ല. ക്ഷേത്രത്തിൻ്റെ പേര് ആരും പറയുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്താ തെറ്റ്? ക്ഷേത്രത്തിലുള്ളവരാണ് ഈ കുറ്റങ്ങൾ ചെയ്യുന്നതെന്ന് എവിടെയാണ് പറയുന്നത്? അല്ലെങ്കിൽ ഇനി പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മുടെ മലയാള ചാനലുകളാണ് ഇതിനെ ഏറ്റവും അധികം, അതായത് ഈ അടുത്ത സമയത്ത് ഏറ്റവും അധികം മുൻപന്തിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മലയാളത്തിലെ ചാനലുകൾക്ക് ആദ്യം ഒരു ബിഗ് സല്യൂട്ട് പറയണം. ഇത് എടുത്തു നോക്കിയാൽ, ഈ വിഷയം എടുത്തു നോക്കിയാൽ ഒരുപാട് ഒരു 100-ലധികം ചാനലുകൾ ഈ വിഷയം ഇവിടെ നടക്കുന്നത് കൊലയാണ് എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിന് മുമ്പ്, 2 വർഷത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് അവിടെ നടക്കുന്ന കൊലയാണ്, അല്ലാതെ ആരും മാങ്ങ പറിക്കാൻ പോയപ്പോൾ കാല് തെറ്റി വീണ് ചത്തതല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഒരു ചാനൽ പറയുന്ന ഒരു വിഷയമുണ്ട്. അതൊരു കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. കോമഡി എന്നോണം പറയാൻ തരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, അതായത് എഴുതി കൊടുത്ത് പറഞ്ഞതാണോ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: പലരും മരിക്കുവാൻ വേണ്ടി ഈ സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത് അത്രേ. ഇവിടെ മരണപ്പെട്ടാൽ പുണ്യം കിട്ടും. ഇദ്ദേഹം ഒരു വിഡ്ഢി ലോകത്താണോ ജീവിക്കുന്നത്, അതോ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് ഈ തട്ടിവിടുന്നതാണോ? ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് തട്ടിവിടുന്ന ഒരു വാചകമാണോ ഇദ്ദേഹം പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പോലും പറയുന്നില്ല ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി. അതുപോലെ മറ്റൊരു കാര്യം പറയാനുണ്ട്. ABC മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനൽ പറയുന്നത്, മനാഫിന് ഇവിടെ എന്താണ് കാര്യം? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മനാഫിന് എന്താണ് കാര്യം? മനാഫ് ഒരു മുസ്ലിം അല്ലേ? എന്താ പ്രശ്നം? മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഏത് മതക്കാരനാവട്ടെ, അനീതി കണ്ടാൽ തീർച്ചയായും ചൂണ്ടിക്കാണിക്കണം. അതാണ് മനുഷ്യത്വമുള്ള മനുഷ്യൻ. അനീതി കാണുമ്പോൾ തിരിഞ്ഞു പോകുന്നവൻ മനുഷ്യത്വമുള്ളവനല്ല. എന്തുവായിക്കൊണ്ട് പോട്ടെ എന്ന് ചിന്തിക്കുന്നവൻ മനുഷ്യത്വമുള്ളവനല്ല. അപ്പോൾ ഈ നാട്ടിൽ ഈ ധർമ്മസ്ഥലയിൽ ഉള്ള TV ചാനലുകാരും അതേപോലെ യൂട്യൂബർമാരും ഇത്രയും വീഡിയോകൾ ചെയ്ത് ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം ഏത് മതക്കാരാണ്? സമീർ എന്നൊരു വ്യക്തി ഒരു വീഡിയോ ചെയ്തു, അത് വലിയ വിഷയമായി. ഏകദേശം 6 മില്യൺ വ്യൂസിന് മുകളിൽ ആ വീഡിയോ കണ്ടു. അത് കോടതിയിൽ കേസായി. അവസാനം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ക്ഷേത്ര ട്രസ്റ്റ് ടീമുകൾ പോയി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. പക്ഷെ അതിനു മുമ്പ് ചെയ്ത ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുണ്ട്. അതുപോലെ മറ്റു ചിലരും ഈ സമീർ എന്നുള്ള അതായത് മുസ്ലിം എന്നുള്ള ഒരു നാമമാണ് അവിടെ വിഷയമായത്, അല്ലെങ്കിൽ വേറെ ഒരു വിഷയമില്ല. കാരണം സമീർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഈ വിഷയങ്ങൾ പറഞ്ഞ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് കർണാടകത്തിലെ ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ യൂട്യൂബോ എടുത്തു നോക്കാം. ഇവിടുത്തെ വക്കീൽ പറയുന്ന ഒരു ആണും ഒരു പെണ്ണും, ഇവർ രണ്ടുപേരും മുസ്ലിം നാമധാരികളല്ലല്ലോ. അവർ ഈ കേസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇതുപോലെ സൈക്കോ കില്ലിംഗ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ
സങ്കടമാണ് തോന്നുന്നത്. നമ്മുടെ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഈ നരഭോജികൾക്ക് നിയമത്തിന്റെ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല. നിയമത്തിന്റെ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല. കാരണം പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ബലാത്കാരം ചെയ്ത് അവരുടെ സ്വകാര്യ ഭാഗത്ത് മണ്ണ് വാരി നിറച്ച്, നമ്മുടെ യൂട്യൂബർ പറയുന്നത് പോലെ അനന്യ എന്ന് പറയുന്ന പെൺകുട്ടി ടൂർ വന്നതാണ്. ഇന്ന് അനന്യയുടെ അമ്മ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അമ്മയുടെ ഈ മകളുടെ ശരീരം എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ കൊല സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു പെൺകുട്ടി അവിടെ ഉള്ളതാണ്, സൗജന്യ. ഈ പെൺകുട്ടിയും എങ്ങനെ മരണപ്പെട്ടു. അതുപോലെ നൂറുകണക്കിന് പെൺകുട്ടികളെ, സ്ത്രീകളെ, കൊച്ചുകുട്ടികളെ ഞാൻ അടക്കം ചെയ്തു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഭ്രാന്തനായി ഈ സ്ഥലം വിട്ട് ഓടിപ്പോവേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തും ഇതേപോലെ ഒരു റേപ്പ് സംവിധാനം നടന്നു എന്ന് കണ്ടപ്പോൾ ഇനി അവിടെ നിൽക്കുന്നത് പന്തി അല്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ആ സ്ഥലം വിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട് 10 വർഷം 2014 അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ട് കാലിയായി. അല്ലെങ്കിൽ അയാളെയും കൊന്ന് കുഴിച്ചു മൂടി ഈ വിഷയം തന്നെ ഇല്ലായ്മ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ ഇതൊരു നഗ്നസത്യമായി നടക്കുകയാണ്. ഒരു മനുഷ്യൻ ലോറിയുമായി വരുമ്പോൾ തൻ്റെ ജോലി സംബന്ധമായി ലോഡുമായി വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി റോഡിൽ കൂടി വസ്ത്രമില്ലാതെ വിവസ്ത്രയായി ഓടിച്ചു കൊണ്ടുപോകുന്നു. 3-4 പേർ കാറിൽ വന്ന് അവളെ തിരയുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവളെ വിടരുത് എന്ന് ഈ കാറിൽ വന്നവർ പറയുന്നു. അപ്പോ ഈ പെൺകുട്ടി വസ്ത്രമില്ലാതെ മാങ്ങ പറിക്കാൻ വന്നതാണോ? നമ്മുടെ യൂട്യൂബർ പറയുന്നത് പോലെ അനന്യ എന്ന പെൺകുട്ടി ടൂർ വന്ന് ഇവിടെ മരണപ്പെട്ടു. സൗജന്യെ ബസ് ഇറങ്ങുന്നത് സ്വന്തം അമ്മാവൻ, അമ്മയുടെ സഹോദരൻ കാണുന്നു. ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിയെ പിന്നെ കാണുന്നത് ജഡമായിട്ടാണ്. കാലും കൈകൾ ബന്ധിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കിട്ടിയത്. അവളുടെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നതുകൊണ്ടും ചില ശരീരഭാഗങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം 10-50 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ കിട്ടുന്നത്. അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്തു. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. ഈ 10-17 വയസ്സായ പെൺകുട്ടികൾ ഇവിടെ മരണപ്പെടുന്നത് എങ്ങനെയാണ്? മരണപ്പെടുന്നതല്ല, കൊല ചെയ്യുന്നത്. കൊല. ഒരു മനുഷ്യത്വമില്ലാത്ത നരഭോജികളായ ജന്തുക്കൾ ഈ മണ്ണിൽ വാഴുന്നു. അത് ക്ഷേത്രത്തിൽ സംബന്ധമായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുണ്ടാവാം. അവരെയാണ് കണ്ടെത്തേണ്ടത്. അതിന് ക്ഷേത്ര ട്രസ്റ്റിന് എന്താണ് പ്രശ്നം? ഇപ്പോ ഇന്ത്യക്കകത്തുള്ള സർവ്വവിധമായ ചാനലുകളും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. അവർ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റു മതസ്ഥനെന്നോ ഒന്നും നോക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് അനീതിയാണ്. ആ അനീതിക്കാണ് അവർ സംസാരിക്കുന്നത്. ആ അനീതിക്കെതിരെയാണ് അവർ ഉയർത്തുന്നതും ശബ്ദമുയർത്തുന്നതും. ഇവിടെ ജാതിയും മതവും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന ചില ചെറ്റകൾ. ഈ യുവമാർക്ക് ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? നാളെ നിങ്ങളുടെ വീട്ടിലും സംഭവിക്കും. വേറൊരു മലയാളി ബ്ലോഗർ ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെ കുറിച്ച് ഭയങ്കര വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാൾ ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നതിനെ കുറിച്ച് അയാൾ അറിഞ്ഞില്ല എന്ന് എനിക്കറിയാൻ വയ്യ. അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചെയ്ത വീഡിയോ. ഇവിടെ ശരിയാണ്, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആയിരങ്ങൾക്ക് അന്നം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ കുറ്റകൃത്യങ്ങളുടെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തത്. അതായത് അനീഷ് എന്നൊരു പയ്യൻ ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വന്തം പിതാവിനെ കാറിടിച്ച് കൊന്നത്. അവൻ മുസ്ലിമാണോ? യൂട്യൂബറിനോടാണ് എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹത്തിനോടാണ് എൻ്റെ ചോദ്യം. ആ മനുഷ്യനെ വണ്ടി ഇടിച്ച് കൊന്നു. ഏതർത്ഥത്തിലാണ്? വണ്ടിയുടെ രജിസ്ട്രേഷൻ ഇല്ലാന്ന്. ഒരു വണ്ടി കണ്ടുപിടിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. വണ്ടിയുടെ രജിസ്ട്രേഷൻ ബോർഡില്ലെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് വിഷയമേ അല്ല. ഇതിനെതിരെ പൊരുതുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അവരും ഹിന്ദു മുസ്ലിമാണോ? അല്ല. ഒരു SI തർക്കിക്കുന്ന ഒരു മനുഷ്യനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അദ്ദേഹം വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യൻ പോലീസുകാരുമായിട്ട് വളരെ ഭയങ്കരമായി ശബ്ദമുയർത്തിയാണ് സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം
മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. ഇവിടെ നടക്കുന്നത് കൊടും അനീതിയാണ്. നരഭോജികളെ ഒരു കാരണവശാലും നിയമത്തിന്റെ ഒരു പഴുതും കൊടുത്ത് യൗമാർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകരുത്. ഈ ട്രസ്റ്റ് വഴി ഒരുപാട് ആൾക്കാർക്ക് സഹായമുണ്ട്, ആയിക്കോട്ടെ, ഇല്ലാന്ന് പറയുന്നില്ല. വരുമാനം കുന്നുകൂടി കിടക്കുന്നു. 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ജൈനമതസ്ഥരാണ് ഇവിടെ സ്ഥാപിച്ചത്. അന്ന് അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചെയ്തത്. അവിടെ പോയി തൊഴുതാൽ മോക്ഷം കിട്ടുമെന്നായിരിക്കും 10-36 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ശിവന്റെ പ്രതിമ. സന്തോഷം. ദൈവം പോലും മനസ്സ് മടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഈ കുറ്റകൃത്യം, ഈ നീചകൃത്യം, ഈ കൊടും ക്രൂരത ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് പോലും മടിച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഈ മരണപ്പെട്ടു പോയ മാർപ്പാപ്പ, ഇപ്പോൾ അടുത്ത സമയത്താണല്ലോ നമ്മുടെ മാർപ്പാപ്പ മരണപ്പെട്ട. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങൾക്ക് മാജിക് അറിയില്ല, അവർക്ക് റിയാലിറ്റി മാത്രമേ അറിയൂ. എൻ്റെ വിശ്വസ്തരായ പൊതുജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, അവർക്ക് മാജിക് അറിയില്ല, അവർക്ക് റിയാലിറ്റി, സത്യസന്ധമായ സത്യങ്ങൾ മാത്രമാണ് അവർക്ക് അറിയുന്നത്. മാജിക് കാണിച്ച് ആൾക്കാരെ പറ്റിക്കാനും വഞ്ചിക്കാനും ദൈവത്തിന് അറിയില്ല. അപ്പോ ഇവിടെ നടക്കുന്ന ഈ കൊടും കുറ്റകൃത്യങ്ങളെ, ഈ കൊടും നീച സംഭവങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഒരു പക്ഷേ ഇവിടെ ഈ കൊടിയിരിക്കുന്ന ദൈവം പലരുടെ മുന്നിലും പലരെ കൊണ്ടും സ്പോർട്സ് ചെയ്യിക്കുന്നതായാണെങ്കിലോ? എന്തുകൊണ്ട് നിങ്ങൾക്കിത് മറയ്ക്കാൻ പറ്റുന്നില്ല? വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുകയല്ലേ? ഈ അനീഷിന്റെ പപ്പായെ വണ്ടിയിടിച്ച് കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പപ്പായയിൽ നിന്നും 22 ഏക്കർ വസ്തു 22 ലക്ഷം രൂപ പറയുകയും അവസാനം അവർ രജിസ്ട്രേഷൻ നടക്കുന്ന തൊട്ട് മുമ്പ് 18 ലക്ഷം രൂപ കൊടുത്ത് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനു മുമ്പ് 10-25 ഏക്കർ വസ്തു, അതായത് അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങളാണ്, 10-60 ഏക്കർ വസ്തു വെട്ടിപ്പിടിച്ചതാണ് അന്ന്. 60 വർഷങ്ങൾക്ക് മുമ്പ് അവർ അവിടെ കുടിയേറി പാർത്തവരും ആ വസ്തുക്കളെ തിരിച്ച് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പണം കൊടുത്ത് വാങ്ങിയാൽ പോലെ. കോടികൾ ഉണ്ടല്ലോ. അപ്പോ ഉന്നതർ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള തെളിവല്ലേ അത്? ഇപ്പോ ഈ ട്രസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനെ, ഇതിന്റെ നടത്തിപ്പുകാരനെ പല ചാനലുകളിലും അദ്ദേഹത്തെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഇതിനെ ഒത്താശ ചെയ്യുന്ന? അതുപോലെ വേറൊരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ഈ സംഭവത്തെ കുറിച്ച് ഇന്നും ഇതുപോലുള്ള മറ്റു പല ചാനലുകളും ഉണ്ടല്ലോ, അവരൊന്നും ശബ്ദിക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെ അല്ലല്ലോ. മുസ്ലിമിന്റെ ഒരു വിഷയമാണ് വന്നെങ്കിൽ ജനൻ ടിവിയും കർമ്മയും അതും ഇതും മറ്റതും മറിച്ചെന്നും പറഞ്ഞ് അങ്ങനെ കുറെ ചാനലുകൾ വന്ന് കുത്തിയിരുന്ന് ഇത് ഇസ്ലാമാണ്, മുസ്ലിമാണ്, അവരിത് ചെയ്യുന്നത് ശരിയല്ല, ഈ രാജ്യം മുഴുവനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന വ്യക്തികളെ ഒന്നും കാണാനില്ലല്ലോ. ഇവരെല്ലാം എവിടെ പോയി? ഇവർക്കൊന്നും ഇതൊരു വിഷയമല്ലേ? ഇതൊരു സാധാരണ സംഭവമാണോ? അനന്യ എന്ന പെൺകുട്ടി അവിടെ ടൂർ വന്ന് കൊല ചെയ്യപ്പെട്ട, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സാഹചര്യം എന്തുകൊണ്ട് ഈ ചാനലുകാർ ചർച്ച ചെയ്യുന്നില്ല? ആ അമ്മയുടെ കണ്ണുനീർ ഇന്നും അമ്മ പല എൻ ടി വി ഇതിനെക്കുറിച്ച് ശബ്ദിച്ചു. അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ മുസ്ലിമാണോ? അല്ലല്ലോ. അന്യായം കാണുന്നിടത്ത് ചൂണ്ടിക്കാണിക്കണം. അതാണ് മാധ്യമധർമ്മം. ഇപ്പൊ ന്യൂസ് 18 വളരെ, അതുപോലെ മറ്റ് കേരളത്തിലെ മലയാള ചാനലുകാർ വളരെ ധൈര്യപൂർവം അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കൊടുമ്പനത്തിനകത്ത് ന്യൂസ് 18 പോയി. അതായത് ഈ ജഡങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ അവർ പോയി. അവരുടെ ജീവന് പോലും അവര് വില കൽപ്പിക്കാതെ, അല്ലെങ്കിൽ ഭയന്നിട്ട് തന്നെയാണ് അവരവിടെ പോയത്. അതേപോലെ ബാബു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ, മറ്റൊരു ഓൺലൈൻ ചാനൽ റിപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അതിനുപരി ഇവിടെ മറ്റു ചില ചാനലുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നമ്മളെ ചിലപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ കണ്ടാൽ തീർത്തും ഞെട്ടിപ്പോകുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ നമുക്കൊന്ന് കേൾക്കണം. കേട്ടില്ലെങ്കിൽ നമ്മളൊന്നും ആരും മനസാക്ഷിയുള്ള മനുഷ്യന്മാരല്ല. വർഷം 2002 നവംബർ മാസം. കർണാടകയിലെ പ്രധാന ആനുകാലികങ്ങളിലൊന്നായ ലങ്കേഷ് പത്രികയുടെ റിപ്പോർട്ടർ BM റഷീദിനെ മംഗലൂരുവിലെ ഒരു ലോഡ്ജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതും സഹോദരിയുടെ വിവാഹ നിശ്ചയം നടന്ന് തൊട്ടടുത്ത ദിവസം. മരണത്തിൽ ദുരൂഹത സംശയിച്ച് കുടുംബം രംഗത്തെത്തുന്നു. സഹോദരനും കന്നഡയിലെ പ്രമുഖ മാധ്യമമായ വാർത്താഭാരതിയുടെ എഡിറ്ററുമായ BM ബഷീർ ഉൾപ്പെടെ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ദുരൂഹത സംശയിക്കാൻ അവർക്കൊരു കാരണവുമുണ്ടായിരുന്നു.
മരണത്തിന് മുൻപായി ലങ്കേഷ് പത്രികയിൽ ഒരു കുറ്റാന്വേഷണ പരമ്പര റിപ്പോർട്ട് ചെയ്തിരുന്നു റഷീദ്. കർണാടകയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മേൽനോട്ടക്കാരെ ചുറ്റിപ്പറ്റിയുള്ള പരമ്പരയായിരുന്നു അത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് പല ഭാഗങ്ങളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങളും ലഭിച്ചു. പരമ്പര നിർത്തിവെക്കാൻ ഉന്നതങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടെന്നും കുടുംബം പരാതികളിൽ ചൂണ്ടിക്കാട്ടി. കുടുംബം കേസിന് പിന്നാലെ നടന്നിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കുടുംബത്തിന്റെ പരാതികളിൽ ഒരു തുമ്പും കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ റഷീദ് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് കേസന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. രാജ്യം ഇപ്പോൾ ഉൾക്കിടലത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥലയിലെ ലൈംഗികാതിക്രമങ്ങളുടെയും കൊലപാതക പരമ്പരകളുടെയും സ്തോഭജനകമായ വിവരങ്ങളായിരുന്നു BM റഷീദ് അന്ന് ലങ്കേഷ് പത്രികയിലൂടെ പുറത്തുകൊണ്ടുവന്നത്. പിന്നീടും പലരും പല സമയത്തും സമാനമായ ആരോപണങ്ങളും പരാതികളുമായി രംഗത്തു വന്നു. ഒടുവിലിതാ ആ ക്രൂരകൃത്യങ്ങളിൽ ദൃക്സാക്ഷിയാണെന്ന് സ്വയം സമ്മതിച്ച് ഒരാൾ വമ്പൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലക്കിരയായ നൂറുകണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും മണ്ണിൽ കുഴിച്ചു മൂടുകയോ കത്തിച്ച് നേത്രാവതി പുഴയിൽ ഒഴുക്കിക്കളയുകയോ ചെയ്തെന്നാണ് കുറ്റസമ്മതം. ധർമ്മസ്ഥലയിലെ ആ മുൻ പരിചാരകൻ പുറത്തുവിട്ട ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വിശദമായൊന്ന് പരിശോധിക്കാം. സ്വാഗതം ഇൻടപ്തിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കർണാടകയിലെ മഞ്ജുനാഥേശ്വര ക്ഷേത്രം. മംഗളൂരുവിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഒരു ജൈന കുടുംബം മേൽനോട്ടക്കാരായ ഏക ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായിരിക്കും അത്. അതിസമ്പന്നരായ ഹെഗ്ഡെ കുടുംബമാണ് വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ മേൽനോട്ടക്കാർ. വീരേന്ദ്ര ഹെഗ്ഡെയാണ് 1960-കൾ മുതൽ ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യകർത്താവ്. 2022-ൽ മോദി സർക്കാരിന്റെ നാമനിർദ്ദേശത്തിൽ രാജ്യസഭാംഗമാകുകയും 2015-ൽ പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തയാളാണ് അദ്ദേഹം. 2017-ൽ ഹെഗ്ഡെയ്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഞ്ജുനാഥേശ്വര ക്ഷേത്രം സന്ദർശിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു വശം എന്തെന്നാൽ ഇതുവരെ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ സംശയമുനയിൽ നിർത്തുന്നതും ഹെഗ്ഡെയും കുടുംബത്തിനെയുമാണ് എന്നുള്ളതാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രിമാരും BJP നേതാക്കളുമായ BS യെദ്യൂരപ്പ, ബസവരാജ ബൊമ്മെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും സിനിമ, കായിക രംഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ വരെ അവിടുത്തെ സന്ദർശകരുടെ പട്ടികയിലുണ്ട്. കേരളത്തിൽ നിന്നും നിരവധി പേർ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നു. വിശ്വാസി ലക്ഷങ്ങൾ ആത്മീയ സാഫല്യം തേടിയെത്തുന്ന, ചുറ്റിലും ഭക്തി മുറ്റി നിൽക്കുന്ന ധർമ്മസ്ഥല ഇപ്പോൾ രാജ്യമൊന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിവാദത്തിന് നടുവിലാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകളുടെ, ലൈംഗികാതിക്രമങ്ങളുടെ ദുരൂഹലോകം ആ പുണ്യഭൂമിക്ക് പിറകിൽ മറഞ്ഞു കിടക്കുന്നുണ്ടോ? കൗമാരക്കാരികൾ മുതൽ യുവതികളും പ്രായമായവരും യാചകരും തീർത്ഥാടകരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേരെ കൊടിയ പീഡനത്തിനിരയാക്കി അവിടെയെങ്കും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്ഷേത്രത്തിൽ 2 പതിറ്റാണ്ടോളം കാലം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു ദലിതനാണ് പോലീസിന് മുൻപിലെത്തി ആ വമ്പൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 1998 മുതൽ 2014 വരെ ക്ഷേത്രത്തിലെ പ്രധാന സേവകരിലൊരാളായിരുന്നു അയാൾ. നൂറുകണക്കിന് പീഡന കൊലകളുടെ സാക്ഷിയാണ് താനെന്ന് ധർമ്മസ്ഥല പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം. വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ, വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത്. കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരുപാട് മൺകൂരകൾ പോലെയൊക്കെ രൂപപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ
മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനാഫ് കൂടി ചേരുന്നു. മനാഫ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ന്യൂസ് 18 ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇതാണ് ഇവിടാണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമന്റെ വെളിപ്പെടുത്തൽ. ബാബു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അൽബാബു, നിങ്ങൾ ഇപ്പോഴും സ്ഥലത്ത് എത്തിയിട്ടില്ല, യാത്രയിലാണോ? ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? ഞങ്ങള് ഇപ്പൊ ബോർഡർ കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയേണ്ടത്, ആദ്യമായിട്ട് ന്യൂസ് 18നോടൊക്കെ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ അവരെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം നമുക്ക് എപ്പോഴും ശരിക്കും നമ്മളെ കേരള പോലീസിനൊക്കെ എത്രത്തോളം അഭിനന്ദിക്കണം എന്ന് നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്ര രീതിയിലേക്ക് നമുക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു മേഖല, അത് ഞങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കാട്ടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതായത് മനാഫിനടക്കം ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ വണ്ടി ഫോളോ ചെയ്യുന്ന രീതി, വണ്ടി നിർത്തുന്ന രീതി, നിർത്തിയിടാൻ കഴിയാത്ത രീതി, അപ്പോൾ അത്തരം ഒരു രീതിയിൽ പേടിപ്പിക്കുന്ന സംഭവം. ഈ ധർമ്മസ്ഥല എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോക്കാരൻ വന്നു ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, മനാഫ്ക, ഇത് ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഷൂട്ടിന്റെ ഭാഗത്ത് വരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ തോന്നി. അതായത് കുറച്ച് മുമ്പ് വരെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് തോന്നിയെങ്കിൽ ഞങ്ങൾ അത് ഫോട്ടോ എടുത്തതോടുകൂടെ ഞങ്ങളുടെ പിന്നാലെ ആളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു ഏരിയ മൊത്തം നമ്മൾ ശരിക്കും ഇന്ത്യയിലാണോ ഇത് നടക്കുന്നത് എന്ന് ശരിക്കും ചിന്തിച്ചു പോകുന്ന രീതിയിലേക്ക് ഒരു ഏരിയ മൊത്തം ഇവരുടെ ഒരു വലയത്തിലാണ്. അത് നമ്മൾ പേടിപ്പിക്കുന്ന സംഭവമാണ്. എത്ര പേരായിരുന്നു? അത് അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിച്ചോ ഈ വണ്ടിയുടെ ഫോട്ടോ? ഇല്ല. അതായത് ഞങ്ങളെ ഫോട്ടോ എടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറി. ഞങ്ങൾ പിന്നെ എവിടെ എത്തും, ഞങ്ങൾ എങ്ങനെ സെക്യൂർഡ് ആവും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രസ് ബോർഡ് വരെ മാറ്റി വെച്ചിട്ടാണ് അവിടെ പോയത്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ കോടതിയിൽ ഒരു 164 മൊഴി നൽകുന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനാണ് താനെന്നും ക്ഷേത്രം അധികൃതരുടെ നിർദ്ദേശാനുസരണം 100 കണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ അവിടെ മറവ് ചെയ്തിരുന്നു എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഒരു തലയോട്ടിയും കണ്ടെടുത്തു. പ്രദേശത്ത് നിരവധി പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്ന ആരോപണം പിന്നീട് ഉയർന്നു. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ധർമ്മസ്ഥലയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ വാർത്തയായി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ BJP അല്ല, അതായത് കർണാടക സംസ്ഥാനത്ത് ഇപ്പോൾ BJP അല്ല ഭരണത്തിൽ എന്നത് അവരെ കുറച്ച് അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നാലും ക്ഷേത്രം എന്നൊരു ബിംബം അവിടെ ഉണ്ടല്ലോ. ഈ ക്ഷേത്രം ദുരൂഹത മൂടിയ ഒരു സ്ഥലമാണ്. ഇവിടേക്ക് വരുന്ന പെൺകുട്ടികളെ കാണാതാകുന്നു, ഇവർ കൊല്ലപ്പെടുന്നു. പോലീസുകാർക്ക് ഇവിടെ ചെന്ന് കയറാൻ ഭയമാണ്. ക്ഷേത്ര ഭരണാധികാരികളുടെ കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ നഗരത്തിൽ ഒന്നാകെ പ്രതികരിക്കുന്നവർ മണ്ണിലടിയിലാകും. ഞങ്ങൾക്ക് പോലും ഇവിടെ ഇക്കാര്യങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഭയമാണ്. വലിയ വെളിപ്പെടുത്തലുണ്ടായിട്ടും പ്രദേശം കുഴിച്ചു പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നിങ്ങനെ നിരവധി കഥകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയെക്കുറിച്ച് ഇപ്പോൾ പടച്ചുവിടുന്നത്. ഭാരതത്തിലെ പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം. 800 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം. ഹിന്ദു ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ പുരാതന മഹാക്ഷേത്രം. ഭഗവാൻ മഞ്ജുനാഥൻ എന്ന ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രം. പൂജകൾ നടത്തുന്നത് വൈഷ്ണവരായ ബ്രാഹ്മണരാണ്. ക്ഷേത്ര ഭരണം നടത്തുന്നതാകട്ടെ പരമ്പരാഗതമായി ധർമ്മസ്ഥല ഹെഗ്ഡേമാർ എന്നറിയപ്പെടുന്ന ജൈന പിൻഗാമികളും. ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും മഞ്ജുനാഥനെ ദർശിക്കാൻ എത്തുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ അവിടെ ഈ ദർശനത്തിന് പ്രശ്നമാകുന്നില്ല. ഈ അടുത്ത കാലം വരെയും അവിടെ എത്തുന്ന ഭക്തർക്ക് 2 നേരം സൗജന്യ ഭക്ഷണവും താമസവും ക്ഷേത്രം നൽകിയിരുന്നു. ഇപ്പോഴാണ് താമസത്തിന് ചെറിയൊരു തുക ഈടാക്കി തുടങ്ങിയത്. ഇപ്പോഴും 2 നേരം ഭക്ഷണം സൗജന്യമാണ് എന്നോർക്കണം. ഈ ചെറു പട്ടണത്തിൽ സർവ്വമതസ്ഥരും കഴിയുന്നുണ്ട്. ഇതുവരെ ഒരു വർഗീയ കലാപവും ഇവിടെ നടന്നിട്ടില്ല. ഹിന്ദുക്കളുടെ പുണ്യനദിയായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നേത്രാവതി പുഴ ഇതുവഴിയാണ് ഒഴുകുന്നത്. അമ്പലത്തിൽ നിന്നും 3 കിലോമീറ്റർ അടുത്തുകൂടിയാണ് ഈ പുഴ ഒഴുകിപ്പോകുന്നത്. ഇവിടെ ഒരു സ്നാനഘട്ടുണ്ട്. അവിടെ കുളിച്ച് തലമുണ്ടനം ചെയ്ത് മഞ്ജുനാഥനെ തൊഴുക എന്നത് കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെയുള്ള ഭക്തർക്ക് ജന്മപുണ്യമാണ്. ഇവിടെ ആരും പട്ടിണി കിടക്കുന്നില്ല. വിശേഷ ദിവസങ്ങളിൽ അന്നദാനത്തിന് ഭക്ഷണം
കഴിക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇതിനൊന്നും ഒരു ഫണ്ടും സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല, ഒരു നിർബന്ധ പിരിവുമില്ല. ധർമ്മസ്ഥല എന്നാൽ ഇവിടത്തുകാർക്ക് കാശി പോലെയാണ്. ഈ പ്രദേശം വനങ്ങളാൽ ചുറ്റപ്പെട്ടതും വലിയ മലകളും ഗർത്തങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. സങ്കടകരമായ ഒരു കാര്യം, ചിലരെങ്കിലും ഈ സ്ഥലം ആത്മഹത്യ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്രകാരം ചില മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പ്രേരിതമാകുന്നത് ഇവിടെ മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമായിരിക്കാം. അത് ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ചെറിയൊരു അംശമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അല്ലാതെയുള്ള ദുരൂഹമായ ആത്മഹത്യകളും അവിടെ നടന്നിട്ടുണ്ടാകാം, അതായത് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ടാകാം. മരണമോ കൊലപാതകമോ അങ്ങ് ദൂരെ വനത്തിൽ നടന്നാലും അതെല്ലാം ഒഴുകി അടിവാരമായ ധർമ്മസ്ഥലയിൽ എത്തുന്നതും പതിവാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും സാമൂഹിക ദ്രോഹികൾ കൊല്ലാനും കൊള്ളയ്ക്കും ഈ വനം തിരഞ്ഞെടുത്താലും ഇവിടെ തന്നെ വന്നടിയും. അങ്ങനെ വന്നടിയുന്ന ശവങ്ങൾ ക്ഷേത്രം മുൻകൈയെടുത്ത് ആളുകളെ കൂട്ടി നിയമപ്രകാരം തന്നെ അത് മറവ് ചെയ്തിരുന്നു. എന്നാൽ അത് 2012 വരെയോ മറ്റോ ആണ് അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നടന്നിരുന്നത്. 2012 മുതൽ ക്ഷേത്രം അത് ചെയ്യുന്നില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വമല്ലെന്നും അതിനാൽ പഞ്ചായത്തും പോലീസും ഇത് നിർവഹിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയും അത് നിർത്തലാക്കുകയും ചെയ്തു. ഇതൊക്കെ ക്ഷേത്രം നടത്തുന്ന ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞു വരുത്തിയാൽ പിന്നെ എന്തു ചെയ്യും? വീരേന്ദ്ര ഹെഗ്ഡെ ആണ് ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി. അദ്ദേഹത്തിന് നേരെയാണ് ഈ ആരോപണങ്ങളൊക്കെയും ഉയരുന്നത്. ഇവിടെ സാമൂഹിക ഉന്നതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയിൽ ഒരു സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഈ ക്ഷേത്രവും അതിൻ്റെ ധർമാധികാരിയുമാണ് കാരണം. ധർമ്മസ്ഥല ഹെഗ്ഡെയുടെ സ്ഥാനം ഇന്ത്യയിലെ മറ്റൊരു മതകേന്ദ്രത്തിലും ഇല്ലാത്ത ഒരു സവിശേഷ സ്ഥാനമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യത്തിൽ അദ്ദേഹം ഭഗവാൻ മഞ്ജുനാഥനെ പ്രതിനിധീകരിക്കുന്നു. സമൂഹത്തോട് നിരവധി മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ ഉത്തരവാദിത്വമുള്ള ഭക്തനായ ഒരു ഗൃഹസ്ഥനാണ് അദ്ദേഹം. ഈ നാട്ടിൽ ഏതു കൊച്ചു കുഞ്ഞിന് പോലും അദ്ദേഹത്തെ കണ്ടാൽ അറിയാം അദ്ദേഹം ഇത്തരം നീച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ധർമ്മസ്ഥലയെ അറിയുന്നവർ വിശ്വസിക്കില്ല. വളരെ നിസ്സാര പൈസയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ, മരുന്നും ചികിത്സയും നൽകുന്ന നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, ഇതൊക്കെ കർണാടക സംസ്ഥാനത്ത് ഇവർ നടത്തി വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രം വക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ വരുമാനം ഒരു നാടിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ വീരേന്ദ്ര ഹെഗ്ഡെ നിയമത്തിന് അതീതനാണ് എന്നല്ല. ആർക്കും ഏത് അന്വേഷണവും നടത്താം. അദ്ദേഹത്തെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കണം. ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ മുമ്പ് ക്ഷേത്രത്തിലെ ഒരു ഭക്തന്റെ കാറിന്റെ ചില്ല് തകർത്ത് മോഷണം നടത്തിയതിന് പിടിക്കപ്പെട്ട് പുറത്തായ വ്യക്തിയാണ്. കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത് ഒരു തലയോട്ടി മാത്രമാണ്. ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണ്? ഈ പറയുന്ന നൂറുകണക്കിന് മൃതശരീരങ്ങൾ എവിടെയാണ്? ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ത് തെളിവാണ് ഇപ്പോഴുള്ളത്? ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് നടത്തുന്ന ക്ഷേത്രത്തിനെതിരായ ആ നീക്കമില്ലേ, ആ നീക്കം ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? ദക്ഷിണ കന്നഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ജിഹാദി സംഘടനകൾ മഞ്ജുനാഥ ക്ഷേത്രത്തെ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം സാന്നിധ്യം ഈ പ്രദേശത്ത് പോലീസ് അധികാരികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളുടെ പിന്നിലും അത്തരം ചില ശക്തികളായിരിക്കാം. കശ്മീരിൽ എത്രയോ ആളുകളെ ഭീകരർ കൊന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇളകാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ആസിഫ കേസ് വന്നപ്പോൾ ഇളകിയത് നമുക്ക് ഓർമ്മയില്ലേ? കാരണം ആസിഫയുടെ മൃതദേഹം കണ്ടത് ഒരു ക്ഷേത്ര വളപ്പിലാണ് എന്നതാണ്. ഇതാണ് അവരുടെ ഉത്സാഹത്തിന് പിന്നിൽ. ഉപേക്ഷിക്കപ്പെട്ട, ആരാധന നടത്താത്ത, തകർന്നടിഞ്ഞ ഒരു ക്ഷേത്ര വളപ്പിലാണ് അന്ന് ആ മൃതദേഹം കണ്ടെത്തിയത് എന്നുകൂടി കണക്കാക്കാതെയാണ് മാധ്യമങ്ങൾ അന്ന് പ്രചണ്ഡമായ ഹിന്ദു വിരുദ്ധ പ്രചരണം നടത്തിയത്. ഗുരുവായൂർ നഗരത്തിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ഗുരുവായൂർ ക്ഷേത്രം ഭരണസമിതി എങ്ങനെ ആ കുറ്റകൃത്യത്തിൽ പ്രതിയാകും? ധർമ്മസ്ഥലയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ, ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അതിൻ്റെ തുടർ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഞാൻ ധർമ്മസ്ഥലയിൽ മറ്റൊരു മലയാളി ബന്ധമുള്ള ആളെ കണ്ടെത്തുന്നത്. ഇവിടെ ജനിച്ചു വളരുകയും പിന്നീട് തുടർന്ന് കൃഷിയുമൊക്കെയായി ഉപജീവനം നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പേര് വിവരങ്ങൾ തൽക്കാലം ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് വരും വഴിക്ക് ആവശ്യമെങ്കിൽ അറിയിക്കുകയും ചെയ്യാം. ചേട്ടാ, ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് നേരത്തെ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയായിരുന്നു. ഒരു കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങൾ അങ്ങ് നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. നേരിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടതല്ല, പക്ഷേ ശവം ഞാൻ കണ്ടതാണ്. പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു 80-90% അതേ ഞാൻ അതിൻ്റെ 3 ദിവസം മുന്നേ ഈ റോഡിൽ കൂടെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി. ആ സമയത്ത് ഏത് സമയത്താണ് കണ്ടത്? കണ്ടപ്പം എങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത്?
അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് 3 ദിവസം പിന്നെ വെളുപ്പാൻ കാലത്ത് ഒരു 3:30-4 മണീൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് 2 ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ പുലർച്ചെ. ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ 500 മീറ്റർ 600 മീറ്റർ താഴെ അത്രയേ ഉള്ളൂ. അപ്പം അതിലൊരു തോട് ഒഴുകി വരുന്നുണ്ട്. ഈ തോടിൻ്റെ താഴത്തെ തലയ്ക്കലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. മേളിലത്തെ തലയ്ക്കലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത് 500 മീറ്റർ മേളിലായിട്ട്. അത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഒരു 18-25 വയസ്സിൻ്റെ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലല്ല, എനിക്ക് ക്ലീനായിട്ട് എനിക്ക് വയസ്സ് നിശ്ചയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഒഴുകിയിട്ട് ബ്ലഡ് ഇത് കട്ടിയായിരിക്കുന്ന ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട്. പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി. അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല, അവിടെ എന്നെ ഓടിച്ചു. ആരെന്നറിയില്ല നമുക്ക്. 4 ആൺകുട്ടികളുണ്ട്. വെളുത്ത മുണ്ടും വെളുത്ത ഇതും ഈ ഷോളും ഇട്ടിരിക്കുന്നത്, ഷർട്ട് ഇട്ടിട്ടില്ല. 4 ആളും ക്ലീൻ ഷേവാനാണ്. 4 ആളും താടി മീശ ഒന്നുമില്ല, ക്ലീൻ ഷേവാണ്. വണ്ടി ഏത് രജിസ്ട്രേഷനാണെന്നോ രജിസ്ട്രേഷൻ ഒന്നും ഞാൻ അന്ന് നോക്കിയില്ല. അന്ന് നോക്കാന്ന് പറഞ്ഞ് ഇരുട്ട് സമയമാണ്. എൻ്റെ വണ്ടിയുടെ ഇങ്ങനെ നേരെ വെട്ടം വീഴുമ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡിലല്ല നിർത്തിയേക്കുന്നത്. നമ്മുടെ ചാനൽ വ്യക്തി പറയുന്നത് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്താൽ മോക്ഷം കിട്ടും. അതായത് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന വ്യക്തികൾ തീരുമാനമെടുക്കുമ്പോൾ അവർ കരുതുന്നത് ഇവിടെ മരിച്ചാൽ, ഇവിടെ ആത്മഹത്യ ചെയ്താൽ മോക്ഷം കിട്ടും. അതുകൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇവിടെ വന്ന് കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ചില കുറ്റകൃത്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. ഇത് ആൾക്കാരെ കൊല്ലുന്നതാണ്. കൊടും ക്രൂരതകൾ നടത്തി മനുഷ്യനല്ലായി തീരുന്ന ചില സൈക്കോ നരഭോജികൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന. ധർമ്മസ്ഥല എന്ന് പറയാൻ പറ്റത്തില്ല. ധർമ്മസ്ഥല എന്ന് എങ്ങനെയാ പറയുന്നത്? അധർവസ്ഥല എന്ന് വേണമെങ്കിൽ പറയാം. അധർമ്മം നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അധർവസ്ഥലയാണിത്. പിന്നെ ജൈനമതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഈ ട്രസ്റ്റ് നടത്തുന്നതും. ആയിക്കോട്ടെ, ഒരുപാട് ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ആയിക്കോട്ടെ, അതും നല്ല കാര്യം. അന്നദാനം കൊടുക്കുന്നു, നല്ല കാര്യം. പിന്നെ കോളേജ് നടത്തുന്നു, നല്ല കാര്യം. ഒരു പിരിവും പുറത്തുനിന്നില്ല, ഗവൺമെൻറ്റോ മറ്റാരോ ഇതിന് സഹായിക്കുന്നില്ല, നല്ല കാര്യം. ഇവിടെ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്ന് കോടികൾ തട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ രീതിയിൽ അവരൊരു പട്ടണം തന്നെ ഉണ്ടാക്കിയെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, വണ്ടി ആവട്ടെ, പിന്നെ എല്ലാം ഡി എന്ന് പറയുന്ന ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഡി തുടങ്ങുന്ന അക്ഷരം തൊട്ട് തന്നെ എല്ലാ ബ്രാൻഡിലും. കാരണം അവിടെ ആര് ചെന്നാലും അവരുടെ ഡി പതിച്ച വണ്ടി വരുകയോ, ഡി പതിച്ച ഫോൺ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുകയോ, ഡി പതിച്ച ടീഷർട്ട് ഇട്ട് കൊണ്ടുവന്ന് ആൾക്കാരെ വിരട്ടുകയോ കൊല ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? അവർ ഇപ്പോൾ ഒരു പുതിയ ടീമിനെ നിയമിച്ചു. അതായത് ഈ കേസ് അന്വേഷണം നടത്തുവാൻ വേണ്ടി പുതിയ ടീമിനെ നിയമിച്ചു. അതിൽ നിന്ന് 2 വ്യക്തികൾ പിന്മാറുകയും ചെയ്തു. അതെന്തോ ഭയന്നിട്ടാ? അവർ ഈ പിന്മാറിയ വ്യക്തികളിൽ ഒരാൾ നേരത്തെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓഫീസറാണ്. അദ്ദേഹം ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നവരുമായി യോജിച്ച് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെന്നോ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണോ ഈ 2 പേർ ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറി? അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ നിജസ്ഥിതി കർണാടക സർക്കാർ ഇടപെട്ട് ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. കാരണം പറയുന്നത് അവിടെ നടക്കുന്നതെല്ലാം വെറും സാധാരണ മരണങ്ങളാണ്. 100 കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കുഴിച്ചു മൂടിയ ഒരു മനുഷ്യൻ 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് ഇവിടെ നടക്കുന്നത് വെറും കൊലയാണ്, അരുംകൊലയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം തോണ്ടിയെടുത്ത തലയോട്ടിയുമായി കോടതിയിൽ ചെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. കോടതി ഇതിനെ ഒരു ഉത്തരവിടുന്നു, ഇവിടെ കുഴിക്കണം. അതിലും തിരിമറികൾ നടത്തി അതിനെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകൾ.
ലോകത്ത് എവിടെയാണ് ആത്മഹത്യ ചെയ്താൽ മോക്ഷം കിട്ടും എന്ന് പറയുന്നത്? ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കുത്തക അവകാശമാണോ? തന്നെ ഏത് വേദപുസ്തകത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ സ്വന്തക്കാരാണെന്ന്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ദൈവമാണ് ഈ സത്യമായ കാര്യങ്ങളെ, ഈ അധർമ്മം നടക്കുന്ന ഈ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. ഇതേ ശക്തിയാണ് മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം, ഇവിടെ നടക്കുന്നത് അനീതിയാണെന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. ഈ അനീതി പുറത്തു വരിക തന്നെ ചെയ്യും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും തൂക്കി അകത്തിട്ട് ഒരു നിയമത്തിൻ്റെ ഒരു പഴുതിലും ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകരുത് കർണാടക ഗവൺമെൻറ്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഒരു കാരണവശാലും ഇതിന് സപ്പോർട്ട് ചെയ്യരുത്. കാരണം കുറേ പാവപ്പെട്ട മനുഷ്യരെയാണ്, കുറേ പാവപ്പെട്ട പെൺകുട്ടികളെയും കുട്ടികളെയുമാണ് കൊന്നു തള്ളിയിരിക്കുന്നത്. ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ആനുകൂല്യവും ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത്രയും നരഭോജികളായ വൃത്തികെട്ട ജന്തുക്കൾ വാഴുന്ന ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ജന്തുക്കളെ പിടിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കുന്നത് വരെ സമൂഹത്തിലെ നല്ലവരായ മനുഷ്യർ ഇതിനോടൊപ്പം കൂട്ടുചേർന്ന് അവർക്ക് ഒപ്പം പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്രയും പെൺകുട്ടികളെ കൊല ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ വനിതാ സംഘടനകളൊക്കെ മിണ്ടാതിരിക്കുന്നത്? നിങ്ങളൊക്കെ എവിടെ പോയി? നിങ്ങളൊക്കെ ഇതിനെതിരെ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? കർണാടകത്തിലെ ഈ കർണാടകയിലൊന്നും ഈ വനിതാ സംഘടനയൊന്നും ഇല്ലേ? അങ്ങനെ ഒരു സംഘടന കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അത് ഇവിടെ അവസാനിച്ചതാണോ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് എന്ന് ഓർക്കണം. ഇതുപോലെ ഒരുപാട് ചുരുളുകൾ അഴിയാനുള്ള, അതും സത്യത്തിൽ നമ്മുടെ രാജ്യത്താണ് ഇത് നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് തോന്നുന്നത്. കാരണം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലാണ്, പല സിനിമകളിലാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സൈക്കോ കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും വലിയ നീചമായ പ്രവർത്തികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് അറിയുമ്പോൾ സത്യമായും സങ്കടമാണ് തോന്നുന്നത്. അടുത്തൊരു വിഷയവുമായി തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയവുമായി വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.